മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, ഇന്ന് കുട്ടികളുടെ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റാഷസ് ഒക്കെ ഇപ്പം ഒരുപാട് ന്യൂ ബോൺസ് ബേബീസിനും ഒക്കെ വരാറുണ്ട്. ന്യൂ ബോൺ ബേബീസിനല്ല, അല്ലാണ്ട് കുട്ടികൾക്ക് വരാറുണ്ട്. ഡയപ്പേഴ്സൊക്കെ ഇടുന്നതും ക്ലൈമറ്റ് ചേഞ്ചൊക്കെ കൊണ്ട് വരാറുണ്ട്. അപ്പം അതെങ്ങനെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാനിത് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് റാഷസ്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഡൈപ്പറിൻ്റെ ഇതിലൂടെയൊക്കെ വരുന്നതുണ്ട്. അപ്പം സ്കിന്നിൻ്റെ ഒക്കെ തന്നെ അലർജിയും കൊണ്ട് ഉണ്ടാകുന്ന റാഷസും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത് ചെയ്യണത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ വാവയ്ക്ക് ഞാൻ യൂസ് ചെയ്തത് എന്താണെന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യണത്. അപ്പം അമ്മമാർക്കെല്ലാം ഒരു ഇതായിരിക്കും, റാഷസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇതെങ്ങനെ പോകും, ഇത്രയും വേഗം മാറ്റിയില്ലേ, കുഞ്ഞിന് ഇറിറ്റേഷൻ ആയിരിക്കുമല്ലോ. നമുക്ക് തന്നെ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിലൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ പറയാൻ പറ്റാത്ത വാവകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പം അതിൻ്റെ എങ്ങനെയാണ് മാറ്റാന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടൊരു 20 ഡേയ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനായിരുന്നു വാവയ്ക്ക് ചെറിയ റാഷസ് വന്നത്. ഇപ്പോൾ സ്കിന്നിൻ്റെ ഇതുകൊണ്ട് വന്ന റാഷസ് ആയിരുന്നു. അപ്പം ഈ റാഷസ് ഞാൻ മാറ്റിയതപ്പം ഫസ്റ്റ് വാക്സിനേഷൻ്റെ ഒരു ടൈമൊക്കെ അടുക്കാറായപ്പോഴായിരുന്നു വാവയ്ക്ക് റാഷസ് വന്നത്. അപ്പോൾ ഞാൻ ഈ വാക്സിനേഷൻ എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ പീഡിയാട്രിഷനോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ റാഷസ് വന്നപ്പം റാഷസ് മാറ്റാനുള്ളത് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, റാഷ് ക്രീം തേച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, റാഷ് ക്രീം തേച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ റാഷ് ക്രീം, ഈ നല്ല റാഷ് ക്രീംസ് കിട്ടുമല്ലോ, നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണല്ലോ. സെബാമയുടെ ഉണ്ട്, സെറ്റാഫിലൊക്കെ, ഹിമാലയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സെബാമയുടെ ആണ് മേടിച്ചത്. അപ്പം അത് മേടിച്ചതിന് ശേഷം ഞാൻ യൂസ് ചെയ്തപ്പം എനിക്കത്ര കംഫർട്ടായിട്ട് തോന്നിയതുമില്ല. മാത്രമല്ല, എനിക്കത്ര അവളുടെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് അങ്ങനെ തോന്നിയില്ല. അതിനുശേഷമാണ് ഞാൻ വിചാരിച്ചു, നമ്മുടെയൊക്കെ സ്കിന്നിൽ നമുക്കൊരു അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യണത് എന്താ, നമ്മൾ നാച്ചുറൽ റെമഡീസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് നമ്മുടെ വെളിച്ചെണ്ണയായിരിക്കും. അപ്പം ഇവൾക്കായിട്ട് ഞങ്ങൾ തലമുടിയിലൊക്കെ ചെയ്യുന്നതൊക്കെ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, ഉരുക്ക് വെളിച്ചെണ്ണ. അപ്പോൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൾക്ക് 3 to 4 ടൈംസിൽ ഒരു 5 ഡേയ്സോളം ഞാനത് കണ്ടിന്യൂസ്ലി ഞാൻ ചെയ്തു. അപ്പോൾ ഈ ഡയപ്പർ നമ്മളിപ്പോൾ വീടുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ ക്ലോത്തിൻ്റെ ഡയപ്പറൊക്കെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം ആ ഒരു ടൈമിലിപ്പം നിങ്ങളിപ്പോൾ ഡയപ്പേഴ്സ്, ഇപ്പം ഞാൻ വീട്ടിൽ അങ്ങനെ അവൾക്ക് കൂടുതലും ഡയപ്പേഴ്സ് അങ്ങനെ കെട്ടിക്കണില്ല. കൂടുതലും തുണി ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് അവൾക്കത് ചെയ്യണത്. അതല്ല, നിങ്ങൾക്കിപ്പം ക്ലോത്തിൻ്റെ ഡയപ്പേഴ്സും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വാങ്ങിച്ച് നല്ല ക്ലോത്തിൻ്റെ ഡയപ്പേഴ്സൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ആ ഒരു ക്ലോത്തിൻ്റെ ഡയപ്പേഴ്സ് നിങ്ങളിപ്പോൾ വാങ്ങിച്ച് അത് യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ വെളിച്ചെണ്ണ, നമ്മൾ സാധാ വെളിച്ചെണ്ണയല്ല, കുട്ടികൾക്കായിട്ടുള്ള ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടും. അപ്പോൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ റാഷസിൽ തേച്ചിട്ട് ക്ലോത്തിൻ്റെ ഡയപ്പർ ഇടിച്ചാലും മതി. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. എൻ്റെ വാവയ്ക്ക് ഞാൻ യൂസ് ചെയ്തത് 5 ഡേയ്സിൽ 3 to 4 ടൈംസ് ഞാൻ ചെയ്തു. അപ്പം റാഷസ് കംപ്ലീറ്റ്ലി മാറി. നല്ല ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമഞ്ഞളൊക്കെ യൂസ് ചെയ്ത് നോക്കി, പക്ഷെ അതൊന്നും സെറ്റായിട്ടില്ലായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ വാവയുടെ റാഷസ് മാറ്റിയത്. അപ്പം നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആകും. കാരണം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം റാഷസ് ഒക്കെ വരുന്നിടത്ത് ഈ കോക്കനട്ട് ഓയിൽ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളൊരു ഓയിലാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അത് സാധാ ഉരുക്ക് വെളിച്ചെണ്ണ തന്നെ വേണം. എനിക്ക് തോന്നുന്നു ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിരിക്കും, ആമസോണിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഞാൻ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മൾ ഈ അങ്ങാടിക്കട പോലുള്ള കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്, ഈ ഉരുക്ക് വെളിച്ചെണ്ണ. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അതൊരു യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അമ്മമാരൊക്കെ ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരിക്കും. കാരണം റാഷസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് തന്നെ ഒരു വിഷമമാണ്. കാരണം കുട്ടികൾക്ക് ഒന്നാമത്തെ കാര്യം ഇറിറ്റേഷനും ഉണ്ടാവും, അവരതുമൂലം ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പം ക്ലോത്തിൻ്റെ ഡയപ്പേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല ഡയപ്പേഴ്സ് നിങ്ങൾ നോക്കുക കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലോത്തിൻ്റെ ഡയപ്പറിൻ്റെ ഒരു റിവ്യൂ ചെയ്യണമെന്നുണ്ട്. നല്ലൊരു ക്ലോത്തിൻ്റെ ഡയപ്പറിൻ്റെ ഇത് തിരിച്ചൊന്ന് റിവ്യൂ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോ നോക്കാം. അപ്പം ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ന്യൂ ബോൺ ബേബീസും അല്ലാത്ത കുട്ടികളുടെ റാഷസ് ഒക്കെ വരുന്ന അമ്മമാർക്കൊക്കെ കാണുമല്ലോ. അപ്പോൾ അമ്മമാരൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റിൽ ദെൻ ബൈ ബൈ.